ഇഡിക്ക് മുന്നിൽ ഹാജരാകാൻ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് രണ്ടാം വട്ടവും നോട്ടീസ് നൽകി. ഡൽഹി മുഖ്യമന്ത്രി തീഹാർ ജയിലിലേക്കുള്ള യാത്രയിലാണോ? മുതിർന്ന മാധ്യമപ്രവർത്തകൻ കെ.പി. രാജീവൻ പറയുന്നു. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും തിഹാർ ജയിലിലേക്കുള്ള യാത്രയിലാണ്. ഇഡി കെജ്രിവാളിന്റെ പിന്നാലെയുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. കേന്ദ്ര സർക്കാരിന്റെ ഈ നീക്കത്തിൽ ആം ആദ്മി പാർട്ടിക്ക് പക്ഷേ കഴിഞ്ഞ 5 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ മധ്യപ്രദേശിൽ ഉൾപ്പെടെ നിരവധി സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടും കെട്ടിവെച്ച കാശ് കിട്ടിയില്ല എന്നുള്ളതും ഒരു വസ്തുതയാണ്. ഡൽഹിയിലെ ജനങ്ങൾക്ക് മുമ്പാകെ ഇന്ന് ഉയർന്നു വരുന്ന ഒരു ചോദ്യമുണ്ട്. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും തിഹാർ ജയിലിലേക്കുള്ള യാത്രയിലാണ്. കഴിഞ്ഞ ദിവസം ഇഡിക്ക് മുമ്പിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാനായി രണ്ടാം വട്ടവും നോട്ടീസ് നൽകിയതോടെയാണ് ജനങ്ങളാകെ ഈ ചോദ്യത്തിന് ഉത്തരവും കാത്തു നിൽക്കുന്നത്. നമുക്കറിയാം, ഡൽഹി ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ അടക്കമുള്ള AAPയുടെ പ്രമുഖ നേതാക്കൾ ഇപ്പോൾ തന്നെ തിഹാർ ജയിലിലാണ്. മദ്യനയ കേസിൽ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയയെ കഴിഞ്ഞ ഫെബ്രുവരി 26-ന് AAPയുടെ പ്രമുഖ നേതാവും MP-യുമായ സഞ്ജയ് സിംഗിനെ കഴിഞ്ഞ ഒക്ടോബർ 5-നും ഇഡി അറസ്റ്റ് ചെയ്ത് തിഹാർ ജയിലിലാക്കിയിരിക്കുകയാണ്. അരവിന്ദ് കെജ്രിവാളും കൂടെ ജയിലിലേക്ക് പോകുമ്പോൾ ഡൽഹി AAP സർക്കാരിന്റെ ഭാവി എന്താകുമെന്നുള്ള ചോദ്യമാണ് ഡൽഹിയിലെ ജനങ്ങൾക്ക് മുമ്പാകെ വരുന്നത്. മദ്യനയ കേസുമായി ബന്ധപ്പെട്ട് മനീഷ് സിസോദിയെ ഏപ്രിൽ മാസം ആദ്യം CBI ചോദ്യം ചെയ്യുകയുണ്ടായി. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെയും ഏപ്രിൽ 16-ന് CBI 9 മണിക്കൂറോളം ചോദ്യം ചെയ്ത ശേഷമാണ് വിട്ടയച്ചത്. അതിനുശേഷം നവംബർ 2-ന് കെജ്രിവാളിനോട് ഇഡിക്ക് മുമ്പാകെ ഹാജരാകാനായി നോട്ടീസ് നൽകി. അന്ന് പക്ഷേ ആ നോട്ടീസ് വകവയ്ക്കാതെ കെജ്രിവാൾ മധ്യപ്രദേശിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി പോവുകയായിരുന്നു. അതിനുശേഷമാണ് കഴിഞ്ഞ ആഴ്ച വീണ്ടും ഇഡി നോട്ടീസ് നൽകിയത്. അന്നും അദ്ദേഹം ഹാജരായില്ല. തുടർന്നാണ് 21-ന് ഹാജരാകാൻ വീണ്ടും നോട്ടീസ് നൽകിയത്. എന്നാൽ തനിക്ക് മൗന ധ്യാനത്തിനായി പഞ്ചാബിലെ ഒരു രഹസ്യ കേന്ദ്രത്തിലേക്ക് പോകേണ്ടതുണ്ട്. അവിടെ എല്ലാ വർഷവും താൻ 10 ദിവസം മൗന ധ്യാനം നടത്താറുണ്ട്. അതുകൊണ്ട് 21-നും ഹാജരാകാൻ കഴിയില്ലെന്ന നിലപാടാണ് കെജ്രിവാൾ സ്വീകരിച്ചത്. പക്ഷേ എത്ര നാൾ വഴിമാറിപ്പോയാലും ഇഡി കെജ്രിവാളിൻ്റെ പിന്നാലെയുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. മുഖ്യമന്ത്രി കൂടെ ജയിലിലായാൽ ഡൽഹി മന്ത്രിസഭ സുഗമമായി പ്രവർത്തിക്കാൻ കഴിയുമോ? ഡൽഹിയിലെ ഭരണം സാധാരണ നിലയിൽ കൊണ്ടുപോകാൻ കഴിയുമോ? തുടങ്ങിയ ഒട്ടേറെ ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. പ്രതിപക്ഷത്തെ മുൻനിര നേതാക്കളെ ആകമാനം കേന്ദ്ര ഏജൻസികൾ വലയിലാക്കുമ്പോൾ ഇതൊരു രാഷ്ട്രീയ പകപോക്കലാണെന്നുള്ള ആരോപണം ഉയരുമ്പോഴും അറസ്റ്റിലായ പ്രമുഖ നേതാക്കൾക്കെല്ലാം സുപ്രീം കോടതിയിൽ നിന്ന് പോലും ജാമ്യം ലഭിക്കുന്നില്ലെന്നുള്ള ഒരു വസ്തുതയും നമുക്ക് മുമ്പിലുണ്ട്. ഡൽഹി ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയയുടെ ജാമ്യാപേക്ഷ വന്നപ്പോൾ ഇഡിയുടെ അറസ്റ്റിനെ രൂക്ഷമായി വിമർശിച്ച സുപ്രീം കോടതി വിചാരണ കഴിഞ്ഞ് സിസോദിയയുടെ ജാമ്യാപേക്ഷ തള്ളുമ്പോൾ മദ്യനയ കേസിൽ കോടികളുടെ അഴിമതി നടന്നതായ പ്രഥമ ദൃഷ്ട്യാ വ്യക്തമായ തെളിവുണ്ടെന്ന് വിധിയിൽ ചൂണ്ടിക്കാട്ടുകയാണ്. അപ്പോൾ അത്തരമൊരു സാഹചര്യം കേന്ദ്ര ഏജൻസികളുടെ എല്ലാ കേസുകളിലും നിലനിൽക്കുന്നു. പക്ഷേ ഡൽഹിയിലെ ജനങ്ങൾ AAP സർക്കാരിൻ്റെ വിഷയത്തിൽ, AAP നേതാക്കളുടെ വിഷയത്തിൽ എങ്ങനെയാണ് കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തെ കാണുന്നത് എന്നുള്ളതും ഒരു വിഷയമാണ്. നിയമസഭയ്ക്ക് പുറമെ ഡൽഹി കോർപ്പറേഷനും BJPയിൽ നിന്നും പിടിച്ചെടുത്ത് AAP ആണ് ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. മൊഹല്ല ക്ലിനിക്കും ബസ്സുകളിൽ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്രയും വൈദ്യുതി ഇളവുമൊക്കെ നൽകിയ ഒരു സർക്കാരിനെ കേന്ദ്ര ഏജൻസികൾ വേട്ടയാടുന്നു എന്ന AAPയുടെ പ്രചരണത്തെ ഡൽഹി നിവാസികൾ എങ്ങനെ സ്വീകരിക്കും
അതിനോട് എങ്ങനെ പ്രതികരിക്കും എന്നുള്ളതിനനുസരിച്ചായിരിക്കും ഡൽഹിയിലെ രാഷ്ട്രീയ പ്രത്യാഘാതം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ശരി, വരാനിരിക്കുന്ന ദിവസങ്ങളിൽ അരവിന്ദ് കെജ്രിവാളിനെ ചോദ്യം ചെയ്യുന്ന ED അദ്ദേഹത്തെ കസ്റ്റഡിയിൽ എടുക്കുമോ, അറസ്റ്റ് ചെയ്യുമോ, ജയിലിൽ അയക്കുമോ എന്നുള്ള സജീവമായ ഒരു വിഷയം ഡൽഹിയിൽ നിലനിൽക്കുകയാണ്. ഈ നീക്കത്തിന് കേന്ദ്ര സർക്കാരിൻ്റെ ഈ നീക്കത്തിന് ഡൽഹിയിലെ ജനങ്ങൾ പ്രത്യേകിച്ച് എന്ത് തരത്തിലുള്ള പ്രതികരണമാകുന്നത് നൽകുക എന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ മുമ്പ് പഞ്ചാബിൽ ഭരണം നേടിയെടുക്കാനും ഗുജറാത്തിൽ അതുപോലെ ഹരിയാനയിൽ തുടങ്ങിയ സംസ്ഥാനങ്ങളിലൊക്കെ വലിയ മുന്നേറ്റം നടത്താനും സാധിച്ച ആം ആദ്മി പാർട്ടിക്ക് പക്ഷേ കഴിഞ്ഞ 5 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ മധ്യപ്രദേശിൽ ഉൾപ്പെടെ നിരവധി സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടും കെട്ടിവെച്ച കാശ് കിട്ടിയില്ല എന്നുള്ളതും ഒരു വസ്തുതയാണ്.